വ്യൂവേഴ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എഡ്യു ഹെൽത്ത്. നമ്മൾ സാധാരണ ഡയറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസുഖത്തിനെ പറ്റിയുള്ള ഭക്ഷണ രീതികളെ പറ്റിയാണ് സാധാരണ പറയാറുള്ളത്. ഇന്ന് നമ്മൾ പുതിയൊരു വെഞ്ചറിന് തുടക്കം കുറിക്കുകയാണ്. നമ്മളിന്ന് നിൽക്കുന്നത് തൃശ്ശൂർ മാരാർ റോഡിലുള്ള നമ്മുടെ ആലിബാബയും അതുപോലെ 41 ഡിഷസ് എന്ന് പറഞ്ഞ പ്രശസ്തമായ ഒരു ഹോട്ടലിന് മുന്നിലാണ്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റികൾ നമുക്ക് തലശ്ശേരിയുടെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സ്നാക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പല ഭക്ഷണങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മൾ കേട്ടിട്ടുണ്ട് ആലിബാബയും 41 കള്ളന്മാരും എന്നൊക്കെ. എന്നാൽ ആലിബാബയും 41 ഡിഷസും എന്ന് കേൾക്കുന്നത് ഇതാദ്യമായിട്ടായിരിക്കാം. തൃശ്ശൂരിൽ നമുക്ക് സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, അതുപോലെ ചൈനീസ്, അതുപോലെ ഏറ്റവും കൂടുതൽ തലശ്ശേരി വിഭവങ്ങൾ ഏറ്റവും അധികം തൃശ്ശൂർ ജനതയ്ക്ക് കൊടുക്കുന്ന ഒരു ഹോട്ടലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഇവരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് ഇവരുടെ ഡിഷസ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്തി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് മെയിൻ ഷെഫിനെ കാണണം, ഏതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് അറിയണം, അതിന്റെ എങ്ങനെയാണ് പ്രിപ്പറേഷൻ എന്നുള്ളത് അറിയണം. ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ഉള്ളിൽ കയറി നോക്കാം അല്ലേ? വെൽക്കം ടു എഡ്യു ഹെൽത്ത്. സാറിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ഞാനിപ്പോ അലിബാബ ടീമിൽ സർവീസ് ക്യാപ്റ്റനായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു 1.5 വർഷമായിട്ടുണ്ട് ടീമിന്റെ കൂടെ കൂടിയിട്ട്. പിന്നെ അലിബാബ എന്ന് വെച്ചാൽ ഒരു ചെയിൻ റെസ്റ്റോറന്റ് ആണ്. എവിടെയൊക്കെയുണ്ട് വേറെ ബ്രാഞ്ചസ്? വേറെ ബ്രാഞ്ചസ് വെച്ചാല് ട്രിവാൻഡ്രം ഉണ്ട്, പിന്നെ മൂന്നാർ, എറണാകുളം, പനമ്പള്ളിനാറിലുണ്ട്. ഫസ്റ്റ് വന്നത് എറണാകുളം പനമ്പള്ളിനാറാണ്, അതിനുശേഷം തൃശ്ശൂർ തുടങ്ങിയിട്ട് എത്ര വർഷമായി? തൃശ്ശൂർ തുടങ്ങിയപ്പോൾ 4 വർഷമായിട്ടുണ്ട്. ആലിബാബ ആൻഡ് 41 ഡിഷസിന്റെ തൃശ്ശൂർ ബ്രാഞ്ചിന്റെ ജനറൽ മാനേജറാണ് നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത്. വെൽക്കം സർ. താങ്ക്സ്. എൻ്റെ പേര് അനിൽകുമാർ, ആലിബാബ ഹോട്ടലിൻ്റെ ജനറൽ മാനേജറാണ്. ഞങ്ങൾക്കിവിടെ വിശാലമായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, വിശാലമായിട്ടുള്ള ഒരു കിച്ചണും ഉണ്ട്. ഏറ്റവും നല്ല രീതിയിലുള്ള ഫുഡാണ് നമ്മളിവിടെ സെർവ് ചെയ്യണത്. ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡും ഉണ്ട്, ഞങ്ങളുടെ പുതിയ ആയിട്ടുള്ള ഫുഡും ഞങ്ങളിവിടെ സെർവ് ചെയ്യുന്നുണ്ട്. ഇവിടെ 40 സ്റ്റാഫ് ഉണ്ട്. ഇവിടെ 40 സ്റ്റാഫ്സ് ഉണ്ട്. ഇപ്പോൾ 41 ആക്കാറില്ലേ? 41 ഡിഷസ് തീർച്ചയായിട്ടും ഒരാളെ കൂടി ചെയ്യുന്നുണ്ട്. സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആട്ടിൻ തലയുണ്ട്. അത് വളരെ ഇതാണ്, കാരണം ഈ തൃശ്ശൂർ അത് കിട്ടുന്നില്ല, ഞങ്ങളുടെ മാത്രമേ അത് ഉള്ളൂ. പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങളുടെ പിന്നെ റാൻ എന്ന് പറയുന്ന ഒരു ഡിഷ് ഉണ്ട്, അത് മട്ടൺ ആണത്. നമുക്കിവിടെ ഒരു ഏകദേശം കുറച്ച് ഡിഷസ് നമുക്ക് അല്ലാതെ ഉള്ളിൽ കയറി പരിചയപ്പെടുത്തുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും കാണിച്ചു തരാം. അത് പ്രിപ്പറേഷനും കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു സർ. അതൊക്കെ പിന്നെ ഞങ്ങളുടെ വിശാലമായ റെസ്റ്റോറന്റുകളോട് ഒന്നും തീർച്ചയായും. സർ, തൃശ്ശൂർ ഏറ്റവും പ്രശ്നമുള്ളത് നമ്മൾ പോകുമ്പോഴായാലും തോന്നിയിരിക്കുന്നത് കാർ പാർക്കിങ്ങിനുള്ള ഒരു ഫെസിലിറ്റിയാണ്. എപ്പോഴും ഭയങ്കര കൺജസ്റ്റഡ് ആണ്, പുറമെ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവാറില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമാണ്. അപ്പൊ ഇവിടെ വന്നപ്പോൾ പക്ഷെ എനിക്ക് ഒരുപാട് സ്പേസ് ഉള്ളത് പോലെ തോന്നി. അതൊരു 30 വണ്ടിയോളം പാർക്ക് ചെയ്യാനുള്ള ധാരാളം സ്ഥിരം കസ്റ്റമേഴ്സ് വരുന്ന ഒരു റെസ്റ്റോറന്റ് കൂടിയാണ് ആലിബാബ ആൻഡ് 41 ഡിഷസ്. അപ്പൊ നമുക്ക് ഒരു സ്ഥിരം കസ്റ്റമറെ കിട്ടിയിട്ടുണ്ട്, നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ സർ, സാറിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? പേര്? എൻ്റെ പേര് ഷാനോ. ഷാനോ. എവിടെയാണ്? തൃശ്ശൂരാണോ? തൃശ്ശൂർ ചേർപ്പെന്ന് പറയും. ചേർപ്പെന്നാണ്. വൈഫാണ് അല്ലേ? വൈഫിന്റെ പേര് ഹണി. ഹണി. മക്കള് 3 പേര്. എന്തുകൊണ്ട് ഇവിടെ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ? ഇവിടെ കൂടുതലും അടുത്ത് ഇപ്പൊ തൃശ്ശൂർ വരുമ്പോ നമ്മള് എപ്പോഴും ഇവിടെ തന്നെ സജസ്റ്റ് ചെയ്യാറ്. പിന്നെ ബിസിനസ് ആണ് ഹസ്ബൻഡിന്, അപ്പൊ കൂടുതലും ഇവിടെ തന്നെ സാധനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പൊ ഇവിടെ വന്നിരിക്കാനും കംഫർട്ടാണ്. സാറിന് എന്താ ഇവിടേക്ക് വരാനായിട്ട് കൂടുതൽ എന്തെങ്കിലും അട്രാക്ഷൻ തോന്നിയിട്ടുള്ള കാര്യം? നമുക്ക് ടൗണിൽ നിന്ന് അടുത്താണ്, പിന്നെ സൗകര്യമായിട്ട് കാർ പാർക്ക് ചെയ്തിടാം, പിന്നെ ഭക്ഷണം നല്ല ഭക്ഷണമാണ്. താങ്ക് യു സർ, താങ്ക് യു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കടലോര പ്രദേശങ്ങളിലുള്ള റെസ്റ്റോറൻറ്റുകളിലാണ് കണ്ടിരിക്കുന്നത്. ഫ്രഷ് ആയിട്ട് പിടിച്ചു വെച്ച മീൻ, പിടയ്ക്കുന്ന മീനുകളെ നമ്മൾ അപ്പം തന്നെ അവർ പറയും കസ്റ്റമേഴ്സ്, അത് ഇഷ്ടമുള്ള ഏത് രീതി അവർ പറയുന്നത് വെച്ചാൽ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും അല്ലേ? പ്രിപ്പറേഷൻ ഉണ്ട്, പിന്നെ ഫ്രൈ ഉണ്ട്, പിന്നെ കസ്റ്റമറുടെ ചോയ്സ് അനുസരിച്ച് നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. അപ്പൊ ഇന്ന് ഏത് മീനാണ് സാർ ഉള്ളത്? ഇന്നിപ്പോ നമുക്ക് ആവോലി ഉണ്ട്. ഓക്കെ, ഫ്രഷ് ആണ് കേട്ടോ, ഡെയിലി ഒന്നൊക്കെയുള്ള പിന്നെ കരിമീനുണ്ട് നമുക്ക്, പിന്നെ ചെമ്പല്ലി ഉണ്ട്,
പിന്നെ ക്രാബും അത് ഒരു ദിവസം എല്ലാ ദിവസവും ഇത് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ അല്ലല്ല എല്ലാ ദിവസവും പലതരം മീനുകൾ അത് നമുക്ക് മാർക്കറ്റിൽ ഇതിനു വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ചില ആൾക്കാർ വരുന്നുണ്ടാവും തീർച്ചയായിട്ടും കൂടുതൽ കണ്ടിട്ടില്ല നമ്മൾ സ്ഥിരം. തീർച്ചയായിട്ടും അവര് വന്നിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അപ്പോൾ തന്നെ എത്ര ടൈം എടുക്കും? 20 മിനിറ്റ്സ് മാക്സിമം 20 മിനിറ്റ്സ് അതിന് ഏകദേശം സെറ്റപ്പ് വരാൻ തീർച്ചയായിട്ടും ഒരു സൂപ്പൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും സ്റ്റാർട്ടർ കഴിച്ച് അപ്പോഴത്തേക്കും റെഡിയാവും. പിന്നെ നമുക്ക് ലൈവ് ആണ് ഇവിടെ ഉള്ളത്. അത് ശരി. അവര് ഓർഡർ ചെയ്തതിന് ശേഷം മാത്രമേ ഫുഡ് നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. ഹോട്ടായിട്ടും ഹൈജീനിക് ആയിട്ടും നമ്മളിപ്പോ നിൽക്കുന്നത് ആലിബാബ ആൻഡ് 41 ഡിഷസിന്റെ കിച്ചൺ യൂണിറ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ കൂടെ ജനറൽ മാനേജർ ഉണ്ട്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആട്ടിൻതലയുടെയും അതുപോലെ സീ ഫുഡിന്റെയും ഒരു സ്പെഷ്യൽ കേന്ദ്രം, പിന്നെ നമ്മൾ ഫിഷിന്റെ കാണിച്ചു, ഫ്രഷ് ഫിഷുകളുടെ പല പല വിഭവങ്ങൾ കാണിക്കുന്ന ഒരു റെസ്റ്റോറന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ആട്ടിൻതല ഇവിടെ നമുക്ക് ഇത്രയും ആൾക്കാർ കൂടുതൽ അത് അന്വേഷിച്ചുകൂടെ വരുന്നതും ഇതും അതിന്റെ ഒരു പിന്നിലൊരു വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ഒരാളാണ് നമ്മുടെ അതിന്റെ മെയിൻ സ്പെഷ്യലിസ്റ്റ്. അപ്പൊ ആളെ പറ്റി ഒന്ന് പരിചയപ്പെടാം. അല്ല സർ, ഒന്ന് പരിചയപ്പെടാം. Mr. Amit Dev. He's working last 4 years here. He's head of the South Indian department. He's doing well. എക്സലന്റ് ആണ് എന്നാണ് സാർ പറയുന്നത്. ഇത് ഏതൊക്കെ ഡിഷസ് ആണെന്നൊന്ന് ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ്? കുറെ ഇൻഗ്രീഡിയൻസ് നമുക്കിവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിപ്പോ പരിചയപ്പെടുത്തി തരും. ശരിക്കുള്ള പേരെന്താ? അമിത് ദേവ്. അമിത് ദേവ് എന്നാണ്. പക്ഷെ ഇവിടെയുള്ള എല്ലാ ക്രൂവും വിളിക്കുന്നത് ചഞ്ചൽ എന്നാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെ ഐറ്റംസ് ആണെന്നൊന്ന് പറയാവോ? ഇത് ബ്രെയിന്, ആടിന്റെ തല. ഓക്കെ, ബ്രെയിൻ ഓൾറെഡി ബോയിൽ ആക്കി വെച്ചിട്ട് ബോയിലാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൈ ആക്കാൻ പോകും. ഇത് നെക്സ്റ്റ് കൂന്തല്. ഓക്കെ ഓക്കെ ഇത് ചെമ്മീന് മസാല മാഗ്നേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇത് നമ്മളെ കല്ലുമക്കായി ഓൾറെഡി മസാല ആക്കി ബോയിലാക്കി. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കാറുള്ളത് ഏതാ? കൂടുതൽ ഇവിടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മിസാൽ ഇവിടെ കൂടുതൽ ചെലവാകുന്നു ചെലവായിട്ടുണ്ട് കല്ലുമക്കായി ഫ്രൈ, കല്ലുമക്കായി ചോറ്. ഇവിടെ അതിന്റെ തന്നെ കുറെ ഐറ്റംസ് ഉണ്ട് അല്ലേ? ആ എങ്ങനെയാ നമുക്ക് പ്രിപ്പറേഷൻ എന്നുള്ളത് നോക്കാം. ആ ആടിന്റെ ബ്രെയിൻ ആണ് ചെയ്യാൻ പോണേ അല്ലേ? ഡിഷാണ്. യെസ്. ഏത് ഓയിലാണ് യൂസ് ചെയ്തത്? ബ്രെയിനിക്ക് നമ്മള് സാധാരണ സൺഫ്ലവർ പിടിക്കും. ഓക്കെ ഓക്കെ. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? എല്ലാത്തിനും ഒരുവിധം തന്നെയാണോ യൂസ് ചെയ്യാറുണ്ട്? ഓക്കെ ഓക്കെ. ബാക്കി ബ്രെയിനിക്ക് മാത്രം നമ്മള് സ്പെഷ്യൽ ആയിട്ട് സൺഫ്ലവർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റേ ഒരു സ്മെല്ല് നമുക്ക് കിട്ടുന്നതാണ്. ഇത് മസാല പരട്ടി വെച്ചിട്ടുള്ള ബ്രെയിൻ്റെതാണോ എടുത്തത്? ഓൾറെഡി മസാല മാരിനേറ്റഡ് ആണോ? ബ്രെയിൻ ഓൾറെഡി സ്ലോ ഫയറിൽ കുക്ക്. ഓക്കെ ഓക്കെ. ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെയിനാണ് ഇപ്പൊ നമ്മൾ ഇട്ടത്. ഓക്കെ. ബ്രെയിനിലൊരു സ്പെഷ്യലിസ്റ്റ് ആണെന്നാണ് സാർ പറയുന്നത്. തീർച്ചയായിട്ടും എന്തൊക്കെ വേറെ എന്തെങ്കിലും ഐറ്റംസ്? ആടിന്റെ തല ആ മാത്രമായിട്ട് എടുത്തിട്ട് അത് റോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫ്രൈ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഷെഫിന്റെ സ്പെഷ്യലാണ്. മാത്രമാണ്. സീക്രട്ട് ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. സീക്രട്ട് ആർക്കും കൊടുക്കില്ല, കാരണം അദ്ദേഹത്തിന്റെ മാത്രം മസാലയാണ്. വെസ്റ്റ് ബംഗാളിൽ എങ്ങനെയാണ് ആട്ടുന്നല് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടാണോ? ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ടാണ്. എന്നിട്ട് സ്പെഷ്യലിസ്റ്റ് ആയി. സീക്രട്ട് ആർക്കും കൊടുത്തിട്ടില്ല. അപ്പൊ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം ഇവിടെ വന്നാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നെക്സ്റ്റ്. തക്കാളി ഓക്കെ. എത്ര തക്കാളി എടുത്തിട്ടുണ്ടാവും? ഒരു തക്കാളിയിലെ ബിഗ് വൺ. ബിഗ് വണ്ണില്ല ഹാഫ്. ലോ ഫ്ലെയിമിൽ തന്നെ കിടന്നാവണം അല്ലേ? നെക്സ്റ്റ് നമ്മള് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ വെച്ച് ഓക്കെ ഓക്കെ. ഏകദേശം ഒരു സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ മുന്നേ ഒരു 2 ടേബിൾ സ്പൂണോളം ചോപ്ഡ് ടൊമാറ്റോ ഇട്ടിട്ടുണ്ട്. കറി ലീവ്സ് ഇട്ടു. അത് ഈ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മള് അല്ല തക്കാളി നല്ല സോട്ടാക്കി കഴിച്ചിട്ട് നെക്സ്റ്റ് ഇതെല്ലാം കാണാൻ പറ്റുന്നതാണ്. നല്ല എല്ലാ മസാല ഇപ്പൊ എന്താ ഇട്ടത്? ഓക്കെ ഓക്കെ. വളരെ ഒരു 1 പിഞ്ച് എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ? മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ആടുകളെ കുറച്ച് കാര്യങ്ങൾ എല്ലാം ഒറിജിനൽ നമ്മുടെ സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കും. ഞങ്ങൾ ഫുഡ് ടെക്നോളജിയുടെ ടീച്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ ടെസ്റ്റിങ്ങിനും കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. അപ്പോൾ അതൊരു പലയിടത്തും കിട്ടുമ്പോൾ നമുക്ക് കിട്ടാറില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ
അതിലൂടെ സ്പെഷ്യാലിറ്റി ആണ്. കൂടുതൽ ഓയിൽ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ആദ്യം അത് ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ തന്നെയാണ് മറ്റേ സോൾട്ട് ചെയ്തതും ഒക്കെ. ഫ്രൈഡ് ഓണിയൻ. ഓക്കെ, ഫ്രൈഡ് ഓണിയൻ ആണ്. എല്ലാം ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത് അല്ലേ? എല്ലാം ഫിനിഷായി. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും സ്മെല്ലാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. നമുക്കത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം അല്ലേ? അപ്പൊ എല്ലാം പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞോട് വെച്ചിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടാണെന്ന് ഇവര് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് കുഞ്ഞ് പീസ് എടുക്കട്ടെ കേട്ടോ. കിടും. തൃശ്ശൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ കിടും. നമ്മൾ ഈ ഓർഗാൻ മീറ്റ്സ് ഒക്കെ നമ്മള് ലിവറും അല്ലെ ഇതൊക്കെ കൂടി കഴിക്കാറുണ്ട്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ആടിൻ്റെ ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നിങ്ങളോട് സത്യം പറയാലോ. പക്ഷെ കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. സാർ ഒന്ന് കഴിച്ചു നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പറയില്ല എന്ന് പറഞ്ഞു. സംഗതി ശരിയാണ്. നല്ലപോലെ മസാലയൊക്കെ പെട്ടിട്ടുണ്ട്. ഞാൻ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ശരിക്കും ഒരു മസാല അധികം ഒന്നും സ്പൈസി ആയിട്ട് കണ്ടില്ലല്ലോ എന്നുള്ളത്. പക്ഷെ അത് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ ഭയങ്കരമായിട്ട് അതിൽ മസാല കിട്ടുന്നുണ്ട്. ഓരോന്നിന്റെ ടേസ്റ്റ് നമുക്ക് ടേസ്റ്റ് ബഡ്സിൽ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ എനിവേ നമ്മുടെ പരിചയപ്പെട്ട സ്ഥിതിക്ക് നമ്മൾ പേര് മാറ്റുന്നില്ല. ചഞ്ചലിനെ വെരി വെരി താങ്ക് യു. ആലിബാബ ആൻഡ് 41 ഡിഷസിന്റെ രുചി കൂട്ടുകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ബാക്കി ഭാഗങ്ങൾ വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഈസ് അംബ്ലിക എം സൈനിങ് ഓഫ് ഫ്രം എഡ്യു ഹെൽത്ത്.